നാളികേര ഉൽപ്പന്നങ്ങൾക്ക് തളർച്ച. കുരുമുളക് വില വീണ്ടും മുകളിലേക്ക്. ദക്ഷിണേന്ത്യൻ വിപണികളിൽ നാളികേര ഉൽപ്പന്നങ്ങൾക്ക് തളർച്ച. തമിഴ്നാട്ടിലെ സ്റ്റോക്കിസ്റ്റുകൾ കൊപ്ര വിറ്റുമാറാൻ പ്രകടിപ്പിച്ച തിടുക്കം കണ്ട് വൻകിട മില്ലുകാർ കൊപ്ര പച്ചത്തേങ്ങ സംഭരണം കുറച്ചത് വിപണിയെ സമ്മർദ്ദത്തിലാക്കി. കാങ്കയം വിപണിയിൽ കൊപ്ര വില ക്വിൻ്റലിന് 200 രൂപ ഇടിഞ്ഞ് 18,100 രൂപയായി. ഇതിൻ്റെ പ്രതിഫലനം മറ്റു വിപണിയിലും ഉണ്ടായി. അതേസമയം കേരളത്തിൽ കൊപ്ര സ്റ്റഡി നിലവാരത്തിൽ നീങ്ങിയെങ്കിലും കൊച്ചിയിൽ വെളിച്ചെണ്ണ വില 100 രൂപ ക്വിൻ്റലിന് കുറഞ്ഞ് 30,100 രൂപയായി. സംസ്ഥാനത്തെ പ്രമുഖ വിപണികളിൽ റബ്ബർ സ്റ്റഡി നിലവാരത്തിലാണ്. ടയർ കമ്പനികൾ ശേഖരിക്കുന്ന 4ാം ഗ്രേഡ് 206 രൂപയിൽ വ്യാപാരം നടന്നപ്പോൾ 5ാം ഗ്രേഡ് 100 രൂപയുടെ മികവിൽ 202 രൂപയായി ഉയർന്നു. വരണ്ട കാലാവസ്ഥ കണക്കിലെടുത്ത് ഉൽപ്പാദകർ ടാപ്പിങ്ങിൽ നിന്നും അല്പം വിട്ടുനിൽക്കുന്നതിനാൽ വിപണിയിൽ ചരക്ക് ക്ഷാമം അനുഭവിക്കുന്നുണ്ട്. വാരാന്ത്യമായതിനാൽ ഏഷ്യൻ റബ്ബർ അവധി വിപണികളിൽ ഇടപാടുകാർ ലാഭമെടുപ്പ് ഉത്സാഹിപ്പിച്ചു. റബ്ബർ അവധി വിലകളിൽ കാര്യമായി ചാഞ്ചാട്ടം ദൃശ്യമായില്ല. റെഡി മാർക്കറ്റായ ബാങ്കോക്കിൽ 197 രൂപയിൽ വ്യാപാരം നടന്നു. ടാപ്പിംഗ് സീസൺ അവസാനിച്ചതിനാൽ വില ഉയരുമെന്ന പ്രതീക്ഷയിലായിരുന്നു തായ്ലൻഡ് അടക്കമുള്ള കയറ്റുമതി രാജ്യങ്ങൾ. അന്തർ സംസ്ഥാന വ്യാപാരികൾ കുരുമുളകിനായി മത്സരിച്ചത് തുടർച്ചയായ 2ാം ദിവസവും വില ഉയർത്തി. 2 ദിവസം കൊണ്ട് 400 രൂപയാണ് കൂടിയത്. ശിവരാത്രി അടുത്തതോടെ ഉത്തരേന്ത്യൻ വ്യാപാരികൾ കുരുമുളക് സംഭരിക്കാൻ ഉത്സാഹിക്കുന്നുണ്ട്. കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളകിന് വില കിലോയ്ക്ക് 702 രൂപയായി മാറി.